സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറ തോമസ് എഴുതിയ നാർമടിപ്പുടവ. എന്ത് ഭീകരമായ അനുഭവം! താങ്ങാനാവാത്ത എന്ത് ഭാരമാണ് ശരീരത്തോട് ചേർന്നമർന്നത്. കൈകാലുകളുടെ ചലന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയോ? ഞൊടിയിടയിൽ വഴുവഴുപ്പാർന്ന തറയിൽ അമർത്തി ചവിട്ടിയിരുന്ന പാദങ്ങൾ തെന്നി നീങ്ങിപ്പോയി. തലയ്ക്ക് മീതെ വെള്ളം നിരന്നു കഴിഞ്ഞു. തനിക്ക് എന്താണ് സംഭവിച്ചത്? ചരടറ്റ പട്ടം പോലെ ഏതോ അഗാധ ഗർത്തത്തിലേക്ക് താൻ അതിവേഗം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. മലർക്കെ തുറന്നു പിടിക്കാൻ ശ്രമിച്ച കണ്ണുകളിൽ പായലിൻ്റെ പച്ച നിറം പ്രതിഫലിച്ച വെള്ളത്തിൻ്റെ സുതാര്യത ഇരുളായി മാറുകയാണോ? ശ്വാസം കഴിക്കാൻ ഉത്കടമായി പിടച്ചിൽ. മൂക്കിലും വായിലും കൂടെ വെള്ളം ഉള്ളിലേക്ക് തള്ളിക്കയറുകയാണ്. ഓഹ്, തന്നെ വരിഞ്ഞു മുറുക്കുന്നത് മരണത്തിൻ്റെ കരങ്ങളാണ്. ഈശ്വര, തനിക്ക് മോചനമില്ലെന്നോ? ഉറക്കെ ഒന്ന് നിലവിളിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും സഹായത്തിന് എത്തുകില്ലേ? ഹോ, എത്രയെത്ര ശ്രമിച്ചിട്ടും ശബ്ദം പുറത്തേക്ക് വരാത്തതെന്താണ്? ഈ നെടുവീർക്കുവിൻ്റെ സിൽക്കാരമാണോ ആ കേട്ടത്? തനിക്ക് സഹായവുമായി ആരോ എത്തിയെന്നോ? ആളെവിടെ? കൺപോളകൾ തുറക്കാൻ കഴിയുന്നില്ലല്ലോ. പാവം, ഉള്ളിൽ എന്തൊക്കെയോ വെപ്രാളമാണ്. ചുണ്ടുകൾ കോട്ടുന്നത് കണ്ടില്ലേ? ബോധം തെളിഞ്ഞ് എല്ലാം അറിയുമ്പോഴാണ് എങ്ങു നിന്നോ പൊഴിഞ്ഞു വീഴുന്ന വ്യക്തത പോരാത്ത ശബ്ദങ്ങൾ. എന്തറിയുമെന്നാണ്? തനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നാണോ? ആരോടാണ് ചോദിക്കുന്നത്? ഉണങ്ങി ഒട്ടിക്കൂടിയ ചുണ്ടുകൾക്കിടയിൽ നാവ് കുഴഞ്ഞു കിടക്കുകയാണ്. അതാ വീണ്ടും അന്ധകാരം. ബോധമണ്ഡലത്തിൽ ആരോ കറുത്ത മഷി തട്ടി തൂവിയതുപോലെ, ഭാരമില്ലാത്ത ഒരു പദാർത്ഥം പോലെ മനസ്സ് ശൂന്യതയിൽ ഒഴുങ്ങി നീങ്ങിക്കൊണ്ടിരുന്നു. വ്യർത്ഥതയുടെ എത്രയെത്ര ഇരുണ്ട നിമിഷങ്ങൾ. അതാ വീണ്ടും ശബ്ദങ്ങളുടെ മുഴക്കം. ചെവിയോർത്തു. ശബ്ദങ്ങൾ വീണ്ടും വാക്കുകളുടെ വ്യക്തത ആർജിക്കുകയാണ്. ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ചിലമ്പിച്ച സ്വരങ്ങൾ. പാവത്തം പിടിച്ച ഈ പെങ്കൊച്ചിന് ഇങ്ങനെയൊരു തലയിലെഴുത്തായി പോയല്ലോ ഭഗവാനെ. അത് പങ്കിയമ്മയുടെ ശബ്ദമാണോ? ഇങ്ങനെയൊക്കെ വരുമെന്ന് ആര് നിരീച്ചു? നിരുക്കാനെ കൊണ്ട് ആവാത്തതെന്ത്? ചിന്നസ്വാമിക്ക് പണ്ടും ജന്നി വന്നിട്ടുള്ളതല്ലേ? ചിന്നസ്വാമി അത് തൻ്റെ ഭർത്താവല്ലേ? അദ്ദേഹത്തിന് ജന്നിയുടെ സൂക്കേടാണെന്നോ? പങ്കിയമ്മ തന്നെയല്ലേ ആ പറഞ്ഞത്? ഓ, ഇപ്പോൾ പിടികിട്ടി. മാമി വൈദ്യൻ്റെയും പദ്യത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടതല്ലേ? പക്ഷേ എന്ത് സൂക്കേടാണെന്ന് മാത്രം മനസ്സിലാക്കാൻ അപ്പോൾ കഴിഞ്ഞില്ല. കുളക്കടവിൽ വെച്ച് സുമതിയോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണമെന്നാണല്ലോ കരുതിയിരുന്നത്. എന്നിട്ട് സുമതി എവിടെ പോയി? കൺപോളകൾ തുറക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ചലനമറ്റ തൊണ്ടയിൽ ഇറങ്ങിക്കിടന്ന നാവ് ബലപ്പെട്ടിരുന്നുവെങ്കിൽ, ഇന്ദ്രിയങ്ങൾക്ക് ആകെ ശക്തിക്ഷയം സംഭവിച്ചതാണോ? എന്തൊരു നിസ്സഹായത! ബോധാബോധങ്ങളിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സിൽ മാത്രം എന്തൊക്കെയോ തെളിഞ്ഞും മങ്ങിയും നിരന്നുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മകളെ ഉണർത്തിയെടുക്കാൻ ബന്ധപ്പെടുന്ന മനസ്സ്. 4 മണി മുതൽ അടുക്കളയുടെ പുറം വരാന്തയിൽ സുമതിയെ കാത്തുനിന്നത് താൻ തന്നെയല്ലേ? സമയം പോക്കാനായി മുറ്റത്ത് വീണുകിടന്ന നെന്മണികളെ കൊത്തിപ്പെറുക്കാൻ മച്ചിലെവിടെയോ കൂടുവച്ചിരുന്ന പ്രാവുകൾ ഇണകളായും കൂട്ടമായും പറന്നു വന്ന് പൊയ്ക്കൊണ്ടിരുന്നത് നോക്കിക്കൊണ്ടു നിന്നു. കറുപ്പും വെളുപ്പും 2 നിറങ്ങൾ ഇടകലർന്നുള്ള പ്രാവുകൾ തമ്മിൽ കുറുകുറുത്ത് അവ എന്തൊക്കെയാണ് പറയുന്നത്? ചുണ്ടുകൾ കൊണ്ട് ഒന്നിനെ കൊത്തിയെടുപ്പിച്ച് പ്രേമപ്രകടനം നടത്തുകയാണോ? അവരുടെ ഇടയിൽ വിവാഹ നിശ്ചയവുമില്ലല്ലോ. പിന്നെ ഇണകളെ തിരഞ്ഞെടുക്കുന്നത്? മനസ്സിനിണങ്ങിയ ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യരെ പോലെ അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒരു പക്ഷിയുടെ ജന്മമാണ് ഈശ്വരൻ തനിക്ക് നൽകിയിരുന്നെങ്കിൽ. വേണ്ട, അരുതാത്തതൊന്നും തന്നെ മനസ്സിൽ പോലും ഓർത്തു പോകരുത്. താനിന്ന് സുമംഗലിയാണ്. തനിക്ക് ഭർത്താവുണ്ട്. കുളിക്കാൻ നേരം വൈകി. സുമതി എന്തേ വരാത്തത്? കാരണം എന്തായിരുന്നുവെന്ന് ഓർക്കാൻ കഴിയുന്നില്ലല്ലോ. അതെങ്ങനെ? അതിനുശേഷം താൻ സുമതിയെ കണ്ടേയില്ലല്ലോ. സൂര്യൻ പടിഞ്ഞാറേ വിളയിലെ മരക്കൂട്ടങ്ങളുടെ മറവിലേക്ക് ചാഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുളക്കടവിലേക്ക് പുറപ്പെട്ടത്. ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. മാമി നെല്ലുകൊത്തുപുരയിലാണ്. പണിക്കാരികൾക്ക് കൂലി അളന്നു കൊടുക്കുന്ന ധൃതിയിലായിരുന്നു.
തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാൻ നേരം വൈകി. ധൃതിപ്പെട്ട് നടന്നു. നടുമുറ്റം മുറിച്ചു കടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. അദ്ദേഹം പൂമുഖത്തെങ്ങാനും ഉണ്ടോ? രാവിലെ നടവാതിൽ തൂത്ത് ചാണകം മെഴുകി കോലം വരച്ചുകൊണ്ട് നിന്നപ്പോൾ മട്ടുപ്പാവിൽ നിന്ന് തന്നെ പേര് ചൊല്ലി വിളിച്ചതാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. വിളി കേൾക്കാൻ പാടുള്ളതാണോ? മാമി കടന്നു വന്നത് ഭാഗ്യം. അദ്ദേഹം അകത്തേക്ക് വലിഞ്ഞു കളഞ്ഞു. താൻ മുഖവും കുനിച്ച് അകത്തേക്ക് പോന്നു. ജാളിതയോടെയെങ്കിലും കണ്ണുകൾ പൂമുഖത്തേക്ക് ഒരു നോക്ക് പാഞ്ഞു. അരമതിലിൽ ഇരിപ്പുണ്ടാവുമോ? ഇല്ല, പൂമുഖത്തില്ല. അകത്തേക്കുള്ള വാതിലും അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ വൈകുന്നേരത്തെ കാപ്പി കഴിഞ്ഞയുടൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. മടങ്ങി വരുമ്പോൾ രാത്രിയാകുമെന്ന് മാമിയോട് പറയുന്നതും അരുണാചലപിള്ളയെ കൂട്ടിയിട്ട് പോയാൽ മതിയെന്ന് മാമി നിർദ്ദേശിക്കുന്നതും കേട്ടതാണ്. അരുണാചലം പിള്ള നാഗരകോവിലിൽ കരമടയ്ക്കാൻ പോയിട്ട് മടങ്ങി കാണുകയില്ലല്ലോ. അപ്പോൾ മാമി പറഞ്ഞതനുസരിക്കാതെ പോയെന്നോ? അതിനുള്ള ധൈര്യം ആ വീട്ടിൽ ആർക്കും തന്നെ ഉണ്ടെന്ന് തോന്നിയിരുന്നില്ല. വീടിന് പുറത്തു പോകുമ്പോഴെല്ലാം അരുണാചലം പിള്ള കൂടെ ഉണ്ടായിരിക്കണമെന്ന് മാമി നിർബന്ധിക്കുന്നതിൻ്റെ കാരണം സുഖമില്ലാത്തത് കൊണ്ടാണോ? എന്ത് സുഖമാണ്? ജെന്നിയാണെന്ന് കുറച്ചു മുമ്പേ തന്നോട് പറഞ്ഞത് ആരാണ്? തനിച്ച് പുറത്തു പോകണ്ട എന്ന് പറഞ്ഞതിനെ കൊണ്ട് അമ്മയോടെ പിണങ്ങി മുറിയും പൂട്ടി കിടപ്പായിരുന്നു. അതും കണ്ടോണ്ടല്ലേ നെല്ലുകുത്തുപുരയിൽ അമ്മ വന്നത്. അങ്ങനെ പിണങ്ങി കിടന്നോട്ടാ പിന്നെ പിറ്റേന്ന് നേരം വെളുത്ത ജലപാനം കഴിക്കൂ. പതിവാണത്. പിന്നെയും എങ്ങു നിന്നോ മുറിഞ്ഞു വീഴുന്ന വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം മുറിക്കുള്ളിൽ അടച്ചുപൂട്ടി കിടപ്പായിരുന്നുവെന്നോ? താൻ നടുമുറ്റം മുറിച്ചു കടന്നു പോയപ്പോൾ മുകളിൽ മുറിയുടെ ജനാലിങ്കൽ തുറച്ചു നിൽക്കുന്ന ആ കണ്ണ് തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നോ? പടിഞ്ഞാറേ മുറ്റത്തിൻ്റെ അതിർത്തിയിൽ അകാലത്ത് കായ്ച്ചു നിൽക്കുന്ന നാടൻ മാവിൽ നിന്നും പൊഴിഞ്ഞു വീണ ഉണ്ണിമാങ്ങകൾ പെറുക്കാൻ സുമതിയുള്ളപ്പോൾ പതിവുള്ള പോലെ തങ്ങി നിന്നില്ല. പുളിയും ചവർപ്പുമുള്ള ഉണ്ണിമാങ്ങകൾ തിന്നാൻ രസം തോന്നിയില്ല. ഇടതിങ്ങി വളരുന്ന പാഴ്മരങ്ങളുടെയും കാട്ടുചെടികളുടെയും ഇടയ്ക്കുള്ള നടപ്പാതയിലൂടെ ഇരുപുറം നോക്കാതെയാണ് നടന്നത്. അന്ത്യവെയിലിൽ നിഴലുകൾ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മരക്കൂട്ടങ്ങളുടെ തണലിൽ ഏതോ അപകടം പതിയിരിക്കുന്നു എന്നുള്ള അകാരണമായ ഭീതി മനസ്സിനെ വിറപ്പിച്ചുകൊണ്ടിരുന്നു. വെളിമ്പുറത്ത് കടന്ന് കുളത്തിൻ്റെ താഴ്ചയിലേക്ക് പരന്നു കിടക്കുന്ന പുൽപ്പരപ്പിൽ എത്തിയപ്പോഴാണ് ശ്വാസം നേരെ വീണത്. മരക്കൂട്ടങ്ങളുടെ ഇടയിൽ തങ്ങി നിന്ന ഇരുട്ടിൻ്റെ മാറാല എവിടെ? ചെഞ്ചായം പൂശിയ സന്ധ്യാകാശം, ആ വർണ്ണത്തുടിപ്പ് കവർന്നെടുത്ത ജലപ്പരപ്പ്, കുളത്തിൻ്റെ മറുകരപ്പറ്റി വിരിയാൻ വെമ്പുന്ന ഒരു കൂട്ടം നീലാമ്പൽ മുട്ടുകൾ. മെല്ലെ കടവിലേക്ക് നടന്നെടുത്തു. വെള്ളത്തിൽ ചാഞ്ഞു കിടക്കുന്ന കൈതപ്പൂങ്കുലിയുടെ സുഗന്ധം പേറിയെത്തുന്ന കുളിർക്കാറ്റ്, എങ്ങോ ഇണയെ തേടുന്ന ആൺകുയിലിൻ്റെ നേർത്ത രാഗം. ഒരു നിമിഷം സ്വയം മറന്നു നിന്നു. പ്രകൃതിയുടെ വശ്യതയിൽ താനെന്ന ബോധം നഷ്ടപ്പെടുകയായിരുന്നു. ചിന്നമ്മ തനിച്ചു കുളക്കടവിലേക്ക് പോകുമെന്നാര് നനച്ചു? നീ ഇന്നലെ വരൂലെന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാനെങ്കിലും കൂട്ടുപോയനെ. നിങ്ങളിങ്ങനെ പറയണതെന്തിനക്ക? അറിഞ്ഞു വെച്ചോണ്ട് വരാതിരുന്നതാണോ? കിടന്നുറങ്ങിപ്പോയി. രാത്രി മുഴുവനും കണ്ണും മിഴിച്ചിരുന്ന് കഥകളി കണ്ടതല്ലേ. കഷ്ടകാലം. അല്ലാതെന്തര്? പെരിയമ്മ അറിഞ്ഞെങ്കിൽ തനിച്ചു വിടൂലായിരുന്നല്ലോ. ആ പറഞ്ഞത് സുമതി തന്നെയാണ്. എന്തിനാണ് തനിച്ച് കുളക്കരയിൽ പോയത്? താനൊരു വിഡ്ഢി തന്നെ. കുളിക്കാനല്ലാതെ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. അതെ, താൻ മേൽ കഴുകാനാണ് പോയത്. പിന്നെ എന്ത് സംഭവിച്ചു? കുളത്തോട് ചേർന്ന് കുളിപ്പുരയുടെ കൽപ്പടവുകളിൽ മാറാനുള്ള വസ്ത്രങ്ങൾ വെച്ചു. സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. തുളസിത്തറയിൽ ഇനിയും വിളക്ക് വെച്ചിട്ടില്ല. വേഗം കുളിക്കാനുള്ള പുറപ്പാടായി. വസ്ത്രങ്ങൾ മാറി നഗ്നമായ ശരീരത്തിനു മീതെ സാരി നാലായി മടക്കി ചുറ്റി. പടികൾ ഇറങ്ങി മുന്നോട്ട് ചുവട് വെച്ചപ്പോൾ ദേഹത്തോട് പറ്റിച്ചേരുന്ന ജലഗണങ്ങൾ കൈകൾ ആഞ്ഞു വീശി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹൃദയത്തിലേക്ക് അരിച്ചെത്തുന്ന കുളിർമയുടെ ഒരാവരണം പോലെ കഴുത്തോളം എത്തിക്കഴിഞ്ഞ ജലവിധാനം. ആസ്വാദതയുടെ നിമിഷങ്ങൾ. കൈകൾ ശരീരത്തോട് ചേർത്ത് കൂട്ടിപ്പിണച്ചു. കുപ്പിവളകളുടെ കിലുക്കും.
കണ്ണുകൾ കീഴോട്ട് പായിച്ചു. നെഞ്ചോട് ചേർത്ത് മുറുക്കി ഉടുത്ത ചുവന്ന സാരിക്ക് മീതെ വെട്ടിത്തിളങ്ങുന്ന താലി, ഇളകിക്കൊണ്ടിരിക്കുന്ന ജലപ്പരപ്പിൽ പ്രതിബിംബിക്കുന്ന തൻ്റെ മുഖം കൗതുകത്തോടെ നോക്കി. നെറ്റിയിൽ വലിയ സിന്ദൂരപ്പൊട്ട്, മൂക്കിൽ വെട്ടിത്തിളങ്ങുന്ന ഒറ്റക്കല്ല് മൂക്കുത്തി. താൻ വിവാഹിതയാണ്, സുമംഗലിയാണ്. പ്രത്യേകമായ വൈശിഷ്ട്യം ഒന്നും നൽകാതെ മനസ്സിൽ എങ്ങോ അവഗണിക്കപ്പെട്ട് കിടന്ന ആ ബോധം അന്നത്തെ പോസ്റ്റിൽ എത്തിയ കസ്തൂരിയുടെ എഴുത്ത് വായിച്ചപ്പോൾ മുതൽ പുതിയ രൂപവും ഭാവവും സാവധാനം ആർജിച്ചു വരികയാണ്. അതെ, താൻ പൂർണ്ണമായും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെന്നുള്ള ബോധം. ആ സത്യം അംഗീകരിക്കാനുള്ള ശ്രമം അപ്പോഴും ഉള്ളിൽ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ചിന്നസ്വാമിക്ക് ഇത്ര അടക്കമില്ലാതെ പോയല്ലേ? നീ എന്തിനു പറയണടി? എങ്ങനെ അടക്കം വരും? പ്രായം അതല്ലയോ? പിന്നെ മറ്റാരുമല്ലല്ലോ, സ്വാമിയുടെ സ്വന്തം പൊണ്ടാട്ടി തന്നല്ലേ. ആ സ്വാമിക്ക് പെണ്ണുകൊടുത്ത തന്തയെ വേണം പറവാൻ. ആ തന്ത എന്തിനു വേണം? അങ്ങ് തിരുവനന്തപുരത്ത് കിടക്കണവര് ഇവിടത്തെ കാര്യം വല്ലതും അറിവാനാ പോണത്? അറിഞ്ഞെങ്കിൽ പെണ്ണ് കിടക്കുമോ? ആ തങ്കമ്മ പെണ്ണിൻ്റെ കാര്യം അറിയാത്തവരാരെങ്കിലും ഈ കരയിലുണ്ടോ? ഈശ്വര, എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഏത് തങ്കമ്മയാണ്? ആ പേര് ആരും തന്നെ ഇതുവരെ പറഞ്ഞു കേട്ടില്ലല്ലോ. അപ്പം അക്ക, ഈ തങ്കമ്മയുടെ കാര്യം കേൾക്കണത് ഉള്ളത് തന്നെയാ? ആരാണ് അടക്കത്തിൽ ചോദിച്ചത്? ആളെ തിരിയുന്നില്ലല്ലോ. ഹോ, കണ്ണുകൾ തുറന്നിരുന്നെങ്കിൽ, എല്ലാം ചോദിച്ചൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. തൻ്റെ മനസ്സിൽ തിങ്ങിക്കൂടിയിരുന്ന സംശയങ്ങൾക്ക് മറുപടി എന്ന പോലെ പറഞ്ഞു തുടങ്ങിയത് പങ്കിയമ്മ തന്നെയല്ലേ? പിന്നെ കള്ളമാണോ? പിള്ളയെണ്ണൻ എൻ്റെ കയ്യിലടിച്ച് ആണയിട്ട് പറഞ്ഞിട്ടുള്ളതല്ലയോ? നട്ടപ്പാതിരയ്ക്ക് നെല്ലുകുത്തു പൊരയെന്ന് വിളിയും ബഹളവും കേട്ട് അങ്ങേരോടി ചെന്നപ്പം ചിന്നസ്വാമി അവളുടെ പായിൽ അട്ടം പോലെ ചുരുണ്ട് ബോധമില്ലാതെ കിടപ്പുണ്ട്. വായിക്കൂടെ നുരയും പതയും. അന്നല്ലയോ ശുചീന്ദ്രത്തിലെ വൈദ്യരുടെ ചികിത്സ തുടങ്ങിയത്? അല്ലെങ്കിലും പണ്ടും ഇങ്ങനെയൊക്കെ നടന്നത് തന്നെയല്ലേ. ഉള്ളിൽ എന്തെങ്കിലും ഇളക്കം തട്ടിയാൽ ഉടൻ ജന്നി വന്നോടും. ചികിത്സ കഴിഞ്ഞാൽ എല്ലാം മാറിക്കിട്ടുമെന്നല്ലയോ വൈദ്യര് പറഞ്ഞത്? അതിന് പദ്യം നോക്കണ്ടേ? എല്ലാം കർമ്മദോഷം, അല്ലാതെ എന്തൊരു പറവാൻ. വെള്ളത്തിൽ ശരിയാണ്. താൻ നെഞ്ചളവ് വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു. എല്ലാം തെളിയുകയാണ്. കൈക്കൊമ്പിളിൽ വെള്ളമെടുത്ത് മുഖത്തേക്ക് തെറിപ്പിച്ചുകൊണ്ടിരുന്നു. വിറകടുപ്പിലെ പുകയേറ്റ് ചുമന്നു നീറുന്ന കണ്ണുകൾക്ക് ഒരാശ്വാസം. തൊണ്ട മുരളുന്ന ശബ്ദം എങ്ങു നിന്നാണ്? ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഇല്ല, ആരുമില്ല. മനസ്സിൻ്റെ തോന്നലാണ്. വർഷങ്ങൾക്ക് മുമ്പ് കുളത്തിൽ ചത്തുമലർന്ന പൊട്ടൻ സ്വാമി. നട്ടപ്പാതിരയ്ക്ക് മാടൻ അടിച്ചു കൊന്നു എന്നല്ലേ പങ്കിയമ്മ പറഞ്ഞത്? കുളത്തിനു കുറുകെ ഇരുമ്പ് തൂണുകൾ പോലെ കാലുകൾ നീട്ടി നിൽക്കുന്ന മാടൻ്റെ ഭീഭത്സരൂപം. എഴുന്നു നിൽക്കുന്ന ദംഷ്ട്രകൾ. ഉള്ളു കിടുങ്ങി വിറച്ചു. എന്തൊക്കെ വേണ്ടാത്ത വിചാരങ്ങളാണ്. മീല് തേച്ച് വെടിപ്പാക്കിയില്ലെങ്കിലും വേണ്ടില്ല, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. കനകം തന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. പരിഭ്രാന്തിയോടെ നാലുപാടും നോക്കി. അതാ കുളിപ്പുരയുടെ പടവിൽ അദ്ദേഹം. തൻ്റെ ഭർത്താവ് തൻ്റെ നേരെ തുറച്ചു നിൽക്കുന്ന ദാഹാർത്ഥമായ ഒറ്റക്കണ്ണ്, വികാരം കൊണ്ട് വിജൃംഭിതമായ മുഖം, സർവാംഗം തളരുന്ന വൈവശ്യം, കാലുകൾ നിന്നയിടത്ത് ഉറച്ചതുപോലെ. അദ്ദേഹം നടന്നെടുക്കുകയാണ്. നനഞ്ഞ ദേഹത്തോട് പറ്റിച്ചേർന്ന സാരിക്കുള്ളിൽ തൻ്റെ നഗ്നത തേടിപ്പിടിക്കുന്ന നോട്ടം. വൈവശ്യത്തോടെ കൈകൾ മാറിൽ പിണഞ്ഞു. ചലനമറ്റ നിമിഷങ്ങൾ. ഓ, ബലിഷ്ഠമായ കരങ്ങൾ തന്നെ ചുറ്റിക്കഴിഞ്ഞു. ഒരു ജേതാവിൻ്റെ അട്ടഹാസം. ആർത്തിയോടെ ആ മുഖം കുനിഞ്ഞു. ചൂടുള്ള ഉച്ഛ്വാസവായു കവിളിൽ തട്ടുകയാണ്. തൻ്റെ അധരങ്ങളിലേക്കടുത്ത ആ അധരങ്ങൾ പെട്ടെന്ന് വക്രിച്ചു കൂടി. ശരീരത്തിൽ വിറളി പിടിച്ച് പരതി നടന്ന ഒറ്റക്കണ്ണ് പുറകോട്ട് മറിഞ്ഞു പോകുകയാണ്. എന്തോ വികൃതമായ ആക്രോശം. ചുണ്ടുകളുടെ കോണിൽ നുരയും പതയും. കൈകാലുകൾ തൻ്റെ ശരീരത്തെ കെട്ടിവരിഞ്ഞു മുറുകുകയാണ്. ചലനമറ്റ ഭാരിച്ച ഒരു മാംസപിണ്ഡം പോലെ ആ ശരീരം തന്നിലേക്ക് അമർന്നു കഴിഞ്ഞു. സമയത്തിൻ്റെ ചങ്ങലയിൽ നിന്നും പൊട്ടിയടർന്ന നിശ്ചലങ്ങളായ എത്രയെത്ര നിമിഷങ്ങൾ. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇല്ല, തനിക്ക് അശേഷം ഓർമ്മ വരുന്നില്ല. മറവിയുടെ ഇരുളിൽ ഇപ്പോഴും തപ്പിത്തടയുകയാണ്.
ആരോടാണോ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കണ്ടോ, ചുണ്ടുകൾ അനക്കണുണ്ട്, ദാഹിക്കുന്നുണ്ടായിരിക്കും. വരണ്ട തൊണ്ടയിൽ വെള്ളത്തിൻ്റെ നനവ്. വായി കുറേശ്ശെ തുറക്കണുണ്ട്. ബോധം തെളിയുകയാണ്. കനകം, എന്നമ്മ, നീ കണ്ണ തുറ, ഞാൻ താ കൂപ്പിടുറതേ. ആ കേൾക്കുന്നത് അത്തയുടെ ശബ്ദമല്ലേ? ആ ഇടറിയ സ്വരം. അത്ത ഇവിടെ എങ്ങനെ വന്നു? ഇപ്പോൾ വീണ്ടും നിസ്സഹായത. കൺപോളകൾ വിടർന്നില്ല. ശബ്ദം പുറത്തേക്കെടുക്കാൻ നാവ് വഴങ്ങിയതുമില്ല. പാവം ഒന്നും അറിയുന്നില്ല. ആരുടെയോ നെടുവീർപ്പ്. ഇത്ര വേഗം ഈ കഴുത്ത് ഒഴിക്കേണ്ടി വരുമെന്ന് ആര് വിചാരിച്ചു? കാതുകളിൽ വന്ന് പതിച്ചത് ഒരിടിവാളായിരുന്നു. ഹൃദയം ഒരഗ്നികുണ്ഡമായി കഴിഞ്ഞു. എന്തൊക്കെയോ പൊട്ടിച്ചീറി കത്തിയെരിയുകയാണ്. കറുത്ത് ഉരുണ്ടുകൂടിയ പുകപടലങ്ങളുടെ ഇരുളിൽ ഏതോ ചെങ്കുത്തായ അഗാധ ഗർത്തത്തിലേക്ക് താൻ പിടിവിട്ട് താഴുകയായിരുന്നു. 6. ഉറക്കമില്ലാത്ത രാത്രികളും ഉണർവ് നശിച്ച പകലുകളും സമയബോധം തീർത്തും നഷ്ടപ്പെട്ട് മച്ചിലെ ഇടുങ്ങിയ ജനലിലൂടെ പുറത്തേക്ക് കണ്ണും നട്ടുള്ള ആ ഇരുട്ടിൽ അറിയപ്പെടാതെ കടന്നുപോയ എത്രയെത്ര നിമിഷങ്ങൾ. സമയവും സന്ദർഭവും കാക്കാതെ സഹതാപം രേഖപ്പെടുത്താൻ ഒറ്റയായും കൂട്ടമായും എത്തിയ അന്വേഷണക്കാരുടെ മുൻപിൽ ഒരു മരപ്പാവ് കണക്കിയിരുന്നു. ഒരു പ്രദർശന വസ്തുവെ പോലെ അവർ തൻ്റെ ചുറ്റും നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവരുടെ ആശ്വാസവചനങ്ങളോ കണ്ണീരിൽ കുതിർന്ന മുഖങ്ങളോ തന്നിൽ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല. മനസ്സ് മറ്റൊരു ലോകത്ത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. അവിടെ നിറങ്ങളില്ലായിരുന്നു, സുഗന്ധമില്ലായിരുന്നു. ഇരുൾ പരത്തിയ ശൂന്യതയിൽ വരയ്ക്കപ്പെട്ട കുറേ നരച്ച നിശ്ചല ചിത്രങ്ങൾ മാത്രം. താഴെ രാത്രിയിൽ പെയ്ത മഞ്ഞിൻ്റെ നനവിൽ കുളിച്ചു കിടക്കുന്ന തെരുവ്, ചെരിഞ്ഞു വീഴുന്ന ഇളം വെയിൽ തട്ടി മഞ്ഞൊളിക്കുന്നതും പിന്നെ ആകാശത്തിൻ്റെ ഉച്ചിയിലേക്ക് കുതിച്ചു കയറുന്ന സൂര്യൻ്റെ പ്രഭാപൂരത്തിൽ വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്നതും, അപരാഹ്നം കഴിഞ്ഞ് പോക്കുവെയിൽ പിന്തള്ളുന്ന നിഴലുകൾ കൊണ്ട് വികൃതമാകുന്നതും, ഒടുവിൽ ആ നിഴലുകളുടെ ചൂട് പിടിച്ചെത്തുന്ന രാത്രിയിൽ ഇരുളുന്നതും ഒന്നും കണ്ണിൽപ്പെട്ടതേയില്ല. പുലർച്ചയ്ക്കും സന്ധ്യയിലും വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്ന ശംഖനാദമോ മണികളുടെ മുഴക്കമോ തൊഴുതു പ്രാർത്ഥിക്കാൻ പോയി വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ സംസാരമോ കരിയില പക്ഷികളെപ്പോലെ ചിലച്ചുകൊണ്ട് കടന്നു പോകുന്ന സ്കൂൾ കുട്ടികളുടെ ആരാവാരമോ കാതുകളിൽ പതിച്ചതുമില്ല. അത്തയോ ശങ്കരിമാമിയോ നിർബന്ധിക്കുമ്പോൾ ആഹാരം കഴിച്ചിരുന്നു, കുളിച്ചിരുന്നു, വസ്ത്രങ്ങൾ മാറിയിരുന്നു എന്നു മാത്രം. മനസ്സിൻ്റെ തിരശീലയിൽ മറവിയുടെ അനുഗ്രഹം യാചിച്ചു കഴിയുന്ന ആ രംഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അടുക്കും ചിട്ടയുമില്ലാതെ, ഉറക്കം തെളിയാതെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു ദുസ്വപ്നം പോലെയുള്ള ഈ ദുരവസ്ഥയിൽ നിന്നും തനിക്ക് വിടുതലില്ലെന്നോ? കൺപോളകൾക്ക് ബലം വെച്ചപ്പോൾ, കണ്ണുകളിലെ ഇരുട്ട് നീങ്ങിക്കിട്ടിയപ്പോൾ വേവലാതിയോടെ നാലുപാടും നോട്ടം പായുകയായിരുന്നു. താൻ എവിടെയാണ്? തനിക്ക് ചുറ്റുമുള്ള ഈ അവ്യക്ത രൂപങ്ങൾ. കണ്ണുകൾ അതിവേഗം തെളിച്ചമാർജിച്ചിരിക്കുന്നു. പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അറിയപ്പെടാത്ത മുഖങ്ങൾക്കിടയിൽ സുമതി പങ്കിയമ്മ. കൈകളിൽ മുഖം മറച്ച് തൻ്റെ കാൽച്ചുവട്ടിലിരിക്കുന്ന അത്ത. ദുഃഖത്തിൻ്റെ കരിവാളിപ്പ് പടർന്ന മൗനം മുദ്രവെച്ച മുഖങ്ങൾ. ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയ തന്നെ സംബന്ധിച്ചിടത്തോളം നിശ്ചലങ്ങളായ നിമിഷങ്ങൾ. തൻ്റെ ചുറ്റും ഇരുന്ന് പരീക്ഷീണമായ മനസ്സിന് തമ്മിൽ ബന്ധപ്പെടുത്തിയെടുക്കാൻ കഴിയാതെ പോയ വസ്തുതകൾ. തമ്മിൽ തമ്മിൽ അടക്കം പറഞ്ഞതും ഇവർ തന്നെയല്ലേ? എന്നിട്ടും ഇപ്പോൾ മൗനം ദീക്ഷിക്കുന്നതെന്താണ്? തൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്നത് അവർ കാണുന്നില്ലേ? തനിക്ക് സുബോധം വീണ്ടു കിട്ടിയിരിക്കുന്നു എന്നവർ മനസ്സിലാക്കാത്തതാണോ? തൻ്റെ കഴുത്ത് ഒഴിഞ്ഞുപോയി എന്ന് പറഞ്ഞത് ആരാണ്? അതിൻ്റെ അർത്ഥം ചൊല്ല്, ചൊല്ല്, എനിക്ക് എന്നാ ആയിട്ടത്? വാക്കുകളുടെ സ്ഫുടതയില്ലാതെ തെറിച്ചു വീണ ആ വികൃത ശബ്ദം താൻ ഉണ്ടാക്കിയതാണോ? നിശബ്ദതയുടെ ഒരു നിമിഷം. തൻ്റെ മുഖത്ത് തങ്ങി നിന്ന കണ്ണുകൾ ഒന്നൊന്നായി പിൻവലിയുകയാണ്. മുഖങ്ങളിൽ ഇരുണ്ടു നിൽക്കുന്ന ഉത്കണ്ഠ. താൻ ചോദിച്ചതെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ലെന്നോ? ആരും ഒന്നും മിണ്ടാത്തതെന്താണ്? നാക്കിന് ബലം കിട്ടിയിരുന്നു. ഏൻ ആരും പേശാമേ ഇരിക്കുന്നത്? ചൊല്ല്, ചൊല്ല്, എനിക്ക് എന്നയാച്ച്?
അതൊരലർച്ചയായിരുന്നു. എന്നമ്മ എൻ തലയിലെടുത്ത് ഉനക്ക് മന്തിട്ടുതേ. സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് കട്ടിലിൻ്റെ കാലുകളിൽ തല ആഞ്ഞടിച്ചുകൊണ്ട് അത്ത പൊട്ടിത്തെറിച്ചു. അപ്പോൾ അപ്പോൾ ശൂന്യതയുടെ ആ ഇരുണ്ട നിമിഷങ്ങളിൽ എങ്ങു നിന്നോ ബോധമണ്ഡലത്തിൽ തീപ്പൊരി ചിതറിയ ആ വാക്കുകൾ വിഭ്രാന്തമായ മനസ്സിൻ്റെ പാളിച്ചകളായിരുന്നില്ല. താനും അത്തയെപ്പോലെ. പിന്നെ അനുനിമിഷം മഞ്ഞുകട്ടി പോലെ മനസ്സും തണുത്തുറഞ്ഞ് മരവിക്കുകയായിരുന്നു. വിമ്മി വിമ്മി കരയുന്ന മുഖങ്ങൾ, ആശ്വാസവചനങ്ങൾ ഒന്നും ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയില്ല. ഒരു സത്യം മാത്രം ഭീഭത്സരൂപം പൂണ്ട ചിന്തകളെ വിറങ്ങലിപ്പിക്കുകയായിരുന്നു. താനും അത്തയെപ്പോലെ. നെഞ്ചത്തടിച്ചില്ല, മുറവിളി കൂട്ടിയില്ല, കണ്ണുകൾ ഇറുകെ പൂട്ടി. കൂടുതലായി ഒന്നും അറിയേണ്ടതില്ലായിരുന്നു. തനിയെ നഷ്ടപ്പെട്ട അലബ്ധമായ സൗഭാഗ്യം അളന്ന് തിട്ടപ്പെടുത്താനുള്ള വ്യർത്ഥ ശ്രമവുമായി ചിന്തകൾ അടുക്കും ചിട്ടയുമില്ലാതെ ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. എത്ര നേരമാണ് ആ കിടപ്പ് കിടന്നത്? മുറിയിൽ ആരൊക്കെയോ വന്നു പോകുന്നത് ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞുവെങ്കിലും കണ്ണുകൾ തുറന്നു നോക്കാൻ ശ്രമിച്ചില്ല. ഇടയ്ക്കിടെ കാതുകളിൽ പതിച്ച തേങ്ങലുകളും ആശ്വാസവചനങ്ങളും മനസ്സിൻ്റെ പുറന്തോടിൽ തട്ടി എങ്ങോ ചിതറി വീണു. തുറന്നു കിടന്ന പടിഞ്ഞാറേ ജനലിലൂടെ പോക്കുവയിൽ പകുതിയടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ അകത്തേക്ക് ഞെരുങ്ങി കയറിയപ്പോഴാണ് കണ്ണുകൾ തുറന്നുപോയത്. സമയത്തെപ്പറ്റി ബോധമുണ്ടായതും അപ്പോഴാണ്. തലേ ദിവസം ഈ നേരത്ത് താൻ വീണ്ടും ഓർമ്മകൾ അടുക്കും ചിട്ടയുമില്ലാതെ തിക്കി കയറുകയാണ്. പരിഭ്രാന്തിയോടെ കട്ടിലിൻ്റെ മരയഴികളിൽ പിടിച്ച് എണീക്കാൻ ശ്രമിച്ചു. ആരോ താങ്ങിപ്പിടിക്കുകയാണ്. ഗ്ലാസ് ചുണ്ടോടടുപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചൂടുള്ള കാപ്പി വരണ്ട തൊണ്ടയിലൂടെ അകത്തേക്ക് ഇറങ്ങിയപ്പോൾ തളർന്നടഞ്ഞുകൊണ്ടിരുന്ന കണ്ണുകൾക്ക് ഒരു പുതുജീവൻ. ജനാലയിലൂടെ നോട്ടം പുറത്തേക്ക് അലസമായി നീങ്ങി. പതിവില്ലാത്ത തെളിച്ചം അല്ല, എന്തോ ശൂന്യതയാണ്. ആയാസത്തോടെ സൂക്ഷിച്ചു നോക്കി. ഓ, തെക്കേ മുറ്റത്ത് തണൽ വിരിച്ചിരുന്ന പുളിമാവ് എവിടെ? ആ സ്ഥാനത്ത് കറ ഊറിപ്പിടിച്ചിരിക്കുന്ന തായ്തെടിയുടെ കുറ്റി മാത്രം. ചുറ്റും വാടിത്തളർന്നു കിടക്കുന്ന ഇലക്കുത്തുകൾ. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൽ ഉത്കടമായ പിടച്ചിൽ. തല കറങ്ങുകയാണ്. തെളിഞ്ഞു വന്ന ചിന്താശക്തി തളർന്നിരുന്നു. നേരം പുലരുന്നതിന് വളരെ മുമ്പ് തന്നെ ആരൊക്കെയോ താങ്ങിപ്പിടിച്ച് കുളിപ്പുരയിലേക്ക് കൊണ്ടുപോയി. തനിയെ കുളിച്ചോ അതോ കുളിപ്പിച്ചോ? നിശ്ചയമില്ല. കുളിപ്പുരയ്ക്ക് പുറത്തു വന്നപ്പോൾ മാമി കാത്തു നിൽക്കുകയാണ്. മുഖത്ത് അന്നോളം ദർശിച്ചിട്ടില്ലാത്ത വിചിത്രഭാവം. പിന്നെ ഒരു വക ഭ്രാന്തമായ ആവേശത്തോടെ തന്നെ അണിയിച്ചൊരുക്കുകയായിരുന്നു. വീതി കസവ് കരയുള്ള കാഞ്ചീപുരം പട്ടുപുടവ ഉടുപ്പിച്ചു. നെറ്റിയിൽ കുങ്കുമം ചാർത്തി. തലമുടി ചീകി പിന്നി മുല്ലമാല ചൂടിച്ചു. ഈ അണിയിച്ചൊരുക്കലിൻ്റെ കാരണം എന്താണെന്ന് തിരക്കാൻ ശ്രമിച്ചതേയില്ല. മനസ്സിൻ്റെ പശ്ചാത്തലം ശൂന്യമായിരുന്നു. ഒരു മരപ്പാവ് കണക്കെ നിന്നുകൊടുത്തു. വാ, ശീക്രം വാ, ഉനക്കാക എൻ സുന്ദരം അന്ത അറയിലെ എങ്കയോ ഇരുപ്പാ, നീ ശീക്രം പോകട്ടാ. അവൻ അങ്ങയിരുന്ന് കോപിച്ചുണ്ട് പോയിടും. അവൻ അവിടെ നിന്ന് കോപിച്ചു പോയിക്കളയും. ശൂന്യമായ മനസ്സിൽ വീണ്ടും ചിന്തയുടെ ഓളങ്ങൾ. എന്താണ് മാമി പറഞ്ഞത്? അദ്ദേഹം തന്നെ കാത്തിരിപ്പുണ്ടെന്നോ? അപ്പോൾ കുളത്തിൽ വെച്ച് സംഭവിച്ചത്? എന്നടി മിഴിച്ച് പാർക്കറേൻ, ഞാൻ ചൊല്ലറതേ നമ്പിക്കയില്ലയാ? നേരത്തെ വീണാക്കാതെ ശീക്രം വാ. വിറകൈകളോടെ അവർ തന്നെ പിടിച്ച് മച്ചിൻ്റെ കോണിയിലൂടെ മുകളിലേക്ക് ഒരു കണക്കിന് തള്ളിക്കയറ്റുകയായിരുന്നു. എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. പാവക്കൂത്തിന് കെട്ടിയൊരുക്കിയ ചായത്തിൽ മുക്കിയ മരക്കഷ്ണമാണ് താൻ. വികാരത്തിൻ്റെ നീരുറവ തൻ്റെ ഉള്ളിൽ എപ്പോഴേ വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ചാരിക്കിടന്നിരുന്ന കതക് മെല്ലെ തുറന്ന് മാമി തന്നെയുമൊപ്പം ഉള്ളിലേക്ക് കടത്തി. സുന്ദരം ഇന്ത ഉൻ പൊണ്ടാട്ടിയെ കൂട്ടിയിട്ട് വന്നിരിക്കേൻ. ഇനി എങ്കിട്ടെ കോപിച്ചുക്കാതെ നീ എങ്കെ പോനേടാ എന്നപ്പനെ. ഉച്ചത്തിൽ അട്ടഹസിച്ച് അവർ അലമുറയിടുകയാണ്. അർത്ഥം മനസ്സിലാക്കാനാവാതെ താൻ പകച്ചു നിൽക്കവേ ആരോ മാമിയെ ബലമായി പിടിച്ച് മുറിക്ക് പുറത്തു കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. കനകം, ഇங்கே കിട്ടാ മാമാ, പക്കത്തിലെ ഉക്കാര്. മാമിയുടെ അക്കയാണ്. മുറിയുടെ നടുക്ക് മടക്കിയിട്ടിരുന്ന ജൗക്കാണത്തിൽ അവർ പിടിച്ചിരുത്തി. പാവം കാദംബരി. പിള്ളയും പോയി.
ഇപ്പോൾ പൈത്യക്കാരി മാതിരിയായിട്ടാ അവർ ആരോടെന്നില്ലാതെ പിറുപിറുത്തു. മുറിയിൽ സാമ്പ്രാണിയുടെയും ചന്ദനത്തിൻ്റെയും സുഗന്ധം കലർന്ന പുക തങ്ങി നിൽക്കുകയാണ്. അത്ഭുതത്തോടെ കണ്ണുകൾ പരതി നടന്നു. ഒരു മൂലയിൽ ത്രികോണ രൂപത്തിൽ നാട്ടി നിർത്തിയിരിക്കുന്ന 3 കൽത്തുണ്ടുകൾ, മുൻപിൽ കത്തുന്ന നിലവിളക്ക്, പുകയുന്ന ചന്ദനത്തിരികൾ, വെള്ളിത്തളികയിൽ പഴങ്ങൾ, മധുരപലഹാരങ്ങൾ. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ മാമി അകത്തേക്ക് കടന്നു വന്ന് തന്നെ കൈകൊണ്ട് വാരി ചുറ്റി. "നീ ഏൻ ഒതുങ്ങി മാറി നിൽക്കറേൻ, എൻ സുന്ദരം ഇങ്കത്താ ഇருக்கு. അവൻ വേറെ എങ്കും போக மாட்டான். உன்மேல் இருந்த ஆசை தீராமல் தான் என் புள்ளை இறந்தது. ஐயோ என் கண்ணே, ഉൻ പൊണ്ടാട്ടിയെ പാർക്ക ഒരു തടവയാവത് വരമാട്ടായാ." മാമിയാരുടെ അക്ക ഒരു കണക്കിന് അവരെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ മുറിയിൽ താൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കോ? അദ്ദേഹവും എവിടെയുണ്ടെന്നല്ലേ മാമിയാർ പറഞ്ഞത്? എവിടെയാണ്? ത്രികോണം പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഈ കൽത്തുണ്ടുകളിലോ? ഉറക്കെ ചിരിക്കണമെന്ന് തോന്നി. മാമി ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്നാണ്, എപ്പോഴാണത് സംഭവിച്ചത്? ആ കാര്യത്തിൽ തനിക്ക് നിശ്ചയം പോരാ. സമയത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സന്ധ്യാനേരമായിരുന്നു. താൻ കുളക്കടവിലേക്ക് ഒറ്റയ്ക്കാണ് പോയത്. സുമതി എന്തേ കൂട്ടുവരാത്തത്? കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ അദ്ദേഹം, ഓ, തല ചുറ്റുകയാണ്. ചിന്തകൾ ഉറയ്ക്കുന്നില്ലല്ലോ. 10 ദിവസങ്ങൾ ഉദിച്ചസ്തമിച്ചതറിഞ്ഞതേയില്ല. നേരം വെളുത്തതും ഇരുട്ടിലായതും എപ്പോഴൊക്കെയാണ്? ചിലപ്പോൾ മുറിക്കുള്ളിൽ വെയിൽ പാളി വീണിരുന്നതും, ചിലപ്പോൾ 4 മൂലകളിൽ നിന്നും അന്ധകാരം ഞെരുങ്ങി ഞെരുങ്ങി കൂടിയിരുന്നതും കണ്ടിരുന്നു. ഉറക്കവും ഉണർവും തമ്മിൽ വേചിച്ചറിയാനാവാത്ത മാനസികാവസ്ഥ. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ബോധം മാത്രം മങ്ങി മാഞ്ഞിരുന്നില്ല. വെളിച്ചം വീഴുന്നതിന് മുമ്പ് തന്നെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി ഈ മുറിയിൽ കൊണ്ടേയിരുത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ സംതൃപ്തിക്കായിരുന്നു. മുറിയുടെ മൂലയ്ക്കടുക്കിയിരിക്കുന്ന ഈ കൽത്തുണ്ടുകളിലോ അതോ അദർശനായി ഈ മുറിക്കുള്ളിൽ എവിടെയെങ്കിലുമോ നിന്നേക്കാവുന്ന അദ്ദേഹത്തെ താൻ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? മരിച്ച ഭർത്താവിനെ രമിപ്പിക്കാനായി അണിഞ്ഞൊരുങ്ങുന്ന ഭാര്യ, മനസ്സുകൊണ്ട് ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത ആശയം. ഇത്രയും ദിവസങ്ങൾ തന്നെ കൊണ്ട് അഭിനയിപ്പിച്ച ആ വേഷം ഇതോടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ സർവചരാചരങ്ങളും ഉറക്കത്തിൻ്റെ സുഖത്തിൽ മയങ്ങുന്ന ആ കൊച്ചു വെളുപ്പാൻ കാലത്ത് രംഗം മാറുകയാണ്. ഭാര്യയുടെ നിറപ്പകിട്ടാർന്ന വേഷം ജീവിതത്തിൽ ഇനി ഒരിക്കലും തനിക്ക് ധരിക്കാനാവില്ല. താൻ വിധവയാണ്. വൈദവ്യത്തിൻ്റെ മുദ്രണം തൻ്റെ മേൽ തറയ്ക്കപ്പെടാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. എല്ലാം വിവരമായി പറഞ്ഞു മനസ്സിലാക്കാനും തനിക്ക് ആത്മബലം പകരാനും അത്തയും അതുപോലുള്ള ബന്ധുക്കളും പലപ്പോഴായി നടത്തിയ ശ്രമങ്ങളിൽ നിന്നും അത്രമാത്രം മനസ്സിലാക്കി. നീണ്ടുനിന്ന ഒരു ദുസ്വപ്നം പോലെ എല്ലാ ചടങ്ങുകളും തീരാൻ എത്ര നേരമെടുത്തു എന്നറിഞ്ഞുകൂടാ. പൂമുഖത്തെ മണിയടിക്കുന്ന ശബ്ദം കേട്ട് മണിക്കൂറുകൾ എണ്ണി തിരിഞ്ഞു പിരിഞ്ഞു കിടന്നപ്പോൾ മനസ്സ് നിർവികാരതയുടെ ഉരുക്കച്ചട്ട പണിതണിയുകയായിരുന്നു. പടിഞ്ഞാറേ വരാന്തയിൽ വൃശ്ചികക്കാറ്റിൽ പടർന്നു കത്തുന്ന നിലവിളക്കിൻ്റെ മുൻപിൽ മൂകരായി നിൽക്കുന്ന കുറച്ചുപേർ. ആരൊക്കെയാണെന്നും എത്ര പേരുണ്ടെന്നോ നോക്കിയില്ല. അത്തയുടെ കൈ പിടിച്ച് മുന്നോട്ട് ചൂടുവെച്ചു. കൈകാലുകൾ മഞ്ഞുകട്ട പോലെ തണുത്തിരുന്നു. ഹൃദയം വിറകൊള്ളുകയാണ്. അമർത്തി ചവിട്ടിയിട്ടും നിലത്തുറയ്ക്കാത്ത പാദങ്ങൾ. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങിയത് അറിഞ്ഞതേയില്ല. പഞ്ചേന്ദ്രിയങ്ങൾക്കും ശക്തിക്ഷയം സംഭവിച്ചതുപോലെ കണ്ണുകളുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു. ശബ്ദങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ കാതുകളും അശബ്ദമായി തീർന്നിരിക്കുകയാണ്. തനിക്ക് ചുറ്റും നിൽക്കുന്നവർ അടക്കം പറയുന്നത് എന്തൊക്കെയാണ്? യാന്ത്രികമായി കൈകൾ മൂക്കിലും കാതുകളിലും പരതി. മൂക്കൂത്തി എവിടെ? കമ്മലുകൾ എവിടെ? കൈകളിൽ കലപില കൂട്ടിക്കൊണ്ടിരുന്ന കുപ്പിവളകൾ. ഉൾക്കിടലത്തോടെ വലതു കൈ കഴുത്തിലേക്ക് പാഞ്ഞു. മംഗല്യസൂത്രം അണിഞ്ഞിരുന്ന മഞ്ഞ ചരട് പോലും അറുത്തുമാറ്റപ്പെട്ട് കഴിഞ്ഞു. ഹൃദയത്തിൽ ഒരിടിവാൾ. കുളത്തിലെ വെള്ളത്തിൽ ശരീരത്തോട് നനഞ്ഞു പറ്റിക്കിടന്ന സാരിയുടെ മീതെ വെട്ടിത്തിളങ്ങിയ സ്വർണ്ണത്താലി. താൻ സുമംഗലിയാണെന്ന് നിമിഷ നേരത്തേക്കെങ്കിലും അഭിമാനം കൊണ്ട ആ മുഹൂർത്തം. ഇല്ല ഇല്ല, ഒന്നും ഓർക്കരുത്. വൈദവ്യത്തിൻ്റെ പുതുവസ്ത്രം തൻ്റെ നേരെ നീട്ടിക്കൊണ്ട് നിൽക്കുന്നത് ചിറ്റപ്പാവയുടെ മകൻ ഗണപതി അണ്ണ ആണല്ലോ. സഹോദരൻ്റെ സ്ഥാനത്ത് ആ കടമ നിർവഹിക്കാൻ വേങ്കിയണ്ണൻ എത്തുമെന്ന് അത്ത പറഞ്ഞിരുന്നത്.
ഓ, തനിക്ക് വിവാഹം ഉറപ്പിക്കേണ്ട ചുമതല മാത്രമേ വേങ്കിയെണ്ണനുണ്ടായിരുന്നുള്ളൂ. അതിന് പ്രതിഫലമായി 1000 രൂപയും 100 പറ നെല്ലും മാമിയുടെ പക്കൽ നിന്ന് കൈപ്പറ്റിയതും തനിക്ക് അറിവുള്ളതാണല്ലോ. വിറകൈകളോടെ കോടിപ്പുടവ ഏറ്റുവാങ്ങി ഭർതൃഗ്രഹത്തോട് വിടവാങ്ങി വീട്ടിലേക്ക് പുറപ്പെടാൻ മുറിയടച്ച് വസ്ത്രം മാറിയപ്പോൾ എതിരെയുള്ള കണ്ണാടിയിൽ കണ്ടത് തൻ്റെ പ്രതിച്ഛായ തന്നെയാണോ? വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. വധുവിൻ്റെ വേഷവിധാനത്തോടെ വലതുകാലി വെച്ച് ഈ വീട്ടിൽ കയറിയത് താൻ തന്നെയാണോ? ഹൃദയത്തിൽ എന്തൊക്കെയോ വീണു തകർന്നു. കനകം, നീ വിധവയാണ്. നിറങ്ങളുടെ, ആഡംബരങ്ങളുടെ, സുഗന്ധങ്ങളുടെ ആ സുന്ദര ലോകം നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിന്റെ മുമ്പിൽ ഇനി കൂരിരുൾ മാത്രം. ഹൃദയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ആ വാക്കുകൾ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഭാഗം നാളെ.